അവരടുത്തു, ഒരുപാടടുത്തു. ഒരാത്മാവും മനുഷ്യനും ഭേദിക്കാവുന്ന വരമ്പുകളെല്ലാം ഭേദിച്ച്. പ്രണയമായിരുന്നു വിട്ടിക്ക്. അറിയില്ല, പക്ഷേ വിധി അവൾക്ക് കാത്തുവച്ചത് മറ്റൊന്നായിരുന്നു. നിന്നെ നിർബന്ധിക്കുകയല്ല, അത് നിനക്ക് ഇഷ്ടമുള്ള കാര്യമല്ലല്ലോ. പക്ഷെ കുടുംബത്തിന്റെ പാരമ്പര്യം, അന്തസ്, ഇതെല്ലാം കാത്തു സൂക്ഷിക്കാൻ നീ ബാധ്യസ്ഥനാണ്. അഫൻ പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അഫൻ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒരു മുഖവരിയുടെ ആവശ്യം അതിനില്ല. വേറൊന്നുമല്ല ഉണ്ണി, മീനാക്ഷിയുടെ കാര്യമാ. ഒരു മുറപ്പെണ്ണായി അവള് നിന്നെയും കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് നാളെ ഒരുപാടായി. ചിങ്ങത്തില് അവൾക്ക് 20 തികയും. ഇനി നീ ഇതിൽ ഉപേക്ഷ വിചാരിക്കരുത്. നിന്റെ അമ്മാവൻ പരാതിയുടെ സ്വരം മാറി പരിഭവം അപേക്ഷയായിട്ടാ ഇപ്പൊ വരുന്നേ. പറഞ്ഞുറപ്പിച്ച വേളി ഇങ്ങനെ നീണ്ട എങ്ങനെയാ മോനെ? നിന്റെ അമ്മാവന് മാത്രമല്ല, അപേക്ഷയുടെ സ്വരമാണ് കേൾക്കേണ്ടതെങ്കിൽ ഞാനും കൂടാം നിന്നോട് സങ്കടം ബോധിപ്പിക്കാൻ. എന്താ അഫ എങ്ങനെ? ഞാൻ എന്തെങ്കിലും ഉപേക്ഷ പറഞ്ഞു അഫനോട്? തീരുമാനിച്ചോളൂ. നിശ്ചയത്തിനുള്ള തീയതി നോക്കാൻ അമ്മാവനോട് പറഞ്ഞോളൂ. വേളിക്ക് എനിക്ക് സമ്മതം. ശിവ മഞ്ഞുകാലം ഇതു കുന്നിനും കുളിരും കാലം, പാടുന്നു യാമം പ്രണയാർദ്രമീ സംഗീതം. കണ്ണാടി നോക്കി അഴകൊന്നു കൂടി നോക്കി, ഈ മിഴിയിൽ മൊഴിയിൽ പ്രണയം പ്രണയം. പോരൂ പോരൂ പരവശ ഞാൻ, മാരനു നേദിക്കാൻ ഒരു കുമ്പിൾ പാലപ്പൂ. മാറാക്കുളിരിനൊരിത്തിരി ചൂട്, മാനം മച്ചു വിരിച്ചൊരു വീട്. മാനോടും മയിലാടും കണ്ണിൽ ചാഞ്ചാട്ടം, നീരാടും കടവത്ത് കാറ്റിന് തേരോട്ടം. തേനും പാലും ഊറും നാവിൽ നിൻ മന്ത്രം, തേനും പാലും ഊറും നാവിൽ നിൻ മന്ത്രം. ഇനി സ്നേഹത്തിൻ ചുണ്ടിനാൽ മുത്തുകൾ കോർക്കാം. കാണാ കൊമ്പിലെ കന്നിപ്പൂ വിണ്ണിൽ വിടർന്നു, കാണാ കൊമ്പിലെ കന്നിപ്പൂ വിണ്ണിൽ വിടർന്നു. ഇനി സ്നേഹത്തിൻ ചുണ്ടിനാൽ മുത്തുകൾ കോർക്കാം. ഇനി മീനാക്ഷി, വാ, സ്നേഹത്തിൻ ഇവിടെ വന്നിരിക്ക്. ചുണ്ടിനാൽ മുത്തുകൾ കോർക്കാം.
അപ്പൊ പുള്ളിക്കാരൻ അവളെ കെട്ടിയോ? ഒന്ന് പിടിച്ച്. ഓക്കെ. പിന്നെ അല്ലാണ്ട് ആർക്കാ കല്യാണം കഴിക്കാൻ ഇഷ്ടമല്ലാത്ത? പക്ഷെ അന്ന് പോയ അവള്, ആ യക്ഷി, അവള് പിന്നെ വന്നില്ല. എല്ലാം കണ്ടുകൊണ്ട് എല്ലാം കേട്ടുകൊണ്ട് കയ്യെത്തും ദൂരത്തെവിടെയോ അവള് മറഞ്ഞിരുന്നു. എനിക്ക് പോണം. പക്ഷെ അറിയാവുന്ന കഥകളല്ല ഞാൻ പറഞ്ഞു. എനിക്ക് പോണം. പക്ഷെ ബാക്കി പിന്നീട് എന്താ സംഭവിച്ചത് അതും കൂടെ ഒന്ന് പറഞ്ഞിട്ട് പോയേട്ടാ. ഞാൻ പറഞ്ഞില്ലേ, മറു ചോദ്യങ്ങൾ വേണ്ട. എനിക്ക് പറയാൻ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. മുഴുവൻ കഥയും അറിയുവാനാണ് നിന്റെ വിധിയെങ്കിൽ നീ അതറിഞ്ഞിരിക്കും. അവൾ നിന്നെ അറിയിച്ചിരിക്കും. പക്ഷെ ഇപ്പൊ എനിക്ക് പോകണം. പ്രകൃതിയുടെ നിയമം അതാണ്. സൂര്യൻ അസ്തമിക്കുമ്പോൾ പക്ഷികൾ കൂടണയണം, ഉടയുമാടണം. നിങ്ങൾ വലിയൊരു ഉപകാരം ഞങ്ങൾക്ക് ചെയ്തു തന്നത്. ഇതാ ഇതിരിക്കട്ടെ. കഥ പറഞ്ഞ് കാശ് വാങ്ങാൻ ഞാനൊരു കാഥികനല്ല. ദാനം സ്വീകരിക്കാൻ ഒരു ഭിക്ഷക്കാരനും ആയിട്ടില്ല. എന്നെ പോട്ടാ, എനിക്കറിയാം. ഈ പ്രകൃതി തരും മാടന് ഉണ്ടുറങ്ങാനുള്ള വക. മോനെ, അവള് നിന്നെ വരുത്തിയത് അവിടേക്ക് എനിക്കുറപ്പാ. നിങ്ങളോടും കൂടിയാ സ്നേഹം കൊണ്ട് പറയാ. ഈ അമ്മങ്കാവ് നിങ്ങൾ ഇതുവരെ കാണാത്ത സ്ഥല. ഉയരം കൊണ്ടുപോകാൻ കൽപ്പുള്ളതാണ് ഇവിടുത്തെ കാറ്റും വായുവും ഒക്കെ. രാത്രികളിൽ അന്തരീക്ഷം ചോര മുണക്കും. താളം തെറ്റി പെയ്യുന്ന മഴ പോലെ നിങ്ങളുടെ പുറകെ വരും മരണം. നനച്ചിരിക്കാതെ സൂക്ഷിക്കുക. പ്രത്യേകിച്ച് നിങ്ങൾ ആൺകുട്ടികൾ നന്നായി എന്താണ്? നേരെ ഇരുട്ടി. രാത്രിക്ക് രാത്രി സ്ഥലം വിടുകയല്ലേ. എങ്ങോട്ട്? വീട്ടിലേക്ക്. അല്ലാതെ എങ്ങോട്ട്? നമ്മളിന്ന് എങ്ങോട്ടും പോണില്ല. ഈ സുന്ദരമാളിക നമുക്കിന്ന് കിടക്കാൻ ഒരവസരം തരും. എടാ, ഒരിക്കലെങ്കിൽ ഒരിക്കൽ ഞാൻ എൻ്റെ സ്വന്തം തറവാട്ടിലൊന്ന് താമസിച്ചോട്ടെ. എന്തേ, നിങ്ങൾക്ക് പേടിയുണ്ടോ? എന്തിന്? നീ വാളിയാ ഒന്ന് മെനയാക്കി എടുക്കണമെന്നേ ഉള്ളൂ. നിന്റെ ഒരു ആഗ്രഹമല്ലേ? എന്നാലും 4 വാഴ വെച്ചാൽ മതിയായിരുന്നു. മാപ്പൂ മോനെ. വാ. ഇതെങ്ങനെയാളിയാ? താക്കോലല്ലോ ഉണ്ടോ? എന്തിനാ താക്കോല്? ചവിട്ടി പൊളിക്കാന്നേ. എന്തായാലും പേടിച്ചിട്ടാരും ഇങ്ങോട്ട് വരാൻ പോണില്ല. സോ തുറന്നു കിടന്നാലും ഇറ്റ്സ് ആബ്സല്യൂട്ട്ലി സേഫ്. ഓക്കെ. എന്റെ ക്യാമറ പിടിച്ചേ. പോയേ.
ഇവിടെ ഇതാരാ ക്ലീൻ ചെയ്തിട്ട്? ആർക്കറിയാം, ചിലപ്പോൾ നമ്മുടെ മാടൻ കുഞ്ഞ് പറ്റിച്ച പണിയാവും. വല്ല ഓടോ മറ്റോ പൊളിച്ച് കയറിയതാവും. ശ്രേയ, ലെറ്റ്സ് ക്യാമ്പ് ഹിയർ. മച്ചാ, നിങ്ങളെ വേറെ റൂം കണ്ടുപിടി. ഞങ്ങളൊന്ന് ചായ ഇട്ടെ. ഓക്കെടാ. കിഷോർ, ആ ക്യാമറ ഒന്ന് തരൂ. എനിക്ക് ഇന്നത്തെ ഫുട്ടേജ് ഒന്ന് കാണണം. ഫുട്ടേജ് എന്നാ പിടിച്ചോ. അപ്പോൾ സീ യു ഇൻ ദ മോർണിംഗ്. ജീവനുണ്ടെ കാണാം. എന്ത്? എനിക്ക് വിശക്കുന്നടേ, ഉച്ചയ്ക്ക് എങ്ങാണ്ട് കഴിച്ചാ. കോപ്പ് ഓറഞ്ചോ വിഷ. പഴയ വീടാ, നശിപ്പിക്കില്ല അളിയാ. പോടെ. വാടേ. എന്തിനാ ഇത്രയും നാണം? ആദ്യമായിട്ട് കാണുന്നത് പോലെ. എന്തെങ്കിലും പറയേ. എൻ്റെ പൊന്നു മീനാക്ഷി, എന്തെങ്കിലും ഒന്ന് പറയേ. ആ ശബ്ദം ഞാനൊന്ന് കേട്ടോട്ടെ. ഏട്ടന് എന്നെ ഇഷ്ടമായിരുന്നു. എന്ത് ചോദ്യം മോളെ ഇത്? നീ മുഴുപ്പാവട കെട്ടാൻ തുടങ്ങിയ കാലം തൊട്ട് നീ മാത്രമല്ലേ എൻ്റെ മനസ്സിൽ. ഈ ഒരു ദിവസത്തിന് വേണ്ടിയല്ലേ നിന്റെ വിഷ്ണുവേട്ടൻ കാത്തിരുന്നത്. പിന്നെ പിന്നെ എന്തിനാ എന്നെ പറ്റിച്ചേ? പറ്റിച്ചോ? എന്തു പറ്റിച്ചെന്ന്? നിനക്ക് തന്ന വാക്ക് ഞാൻ പാലിച്ചില്ലേ? എൻ്റെ വധുവായില്ലേ നീ? പിന്നെന്താ? എന്തിനാ എന്നെ പറ്റിച്ചേ? ചേടാ, നിനക്കതെന്ത് പറ്റി? പിന്നെ എന്തിനാടാ നീ എന്നെ പറ്റിച്ചേ? മീനാക്ഷി, പിന്നെ എന്തിനാടാ നെറികെട്ട നായേ നീ എന്നെ പറ്റിച്ചേ? ഓരോ തവണ നിന്നെ കണ്ടപ്പോഴും പ്രകൃതിയുടെ നിയമം ഞാൻ തെറ്റിച്ചു. ഓരോ ഇറ്റ് പ്രണയം ഞാൻ നിനക്ക് തന്നപ്പോഴും നാഗങ്ങളുടെ ശാപം ഞാൻ ഏറ്റുവാങ്ങുകയായിരുന്നു. എന്റെ കഴുത്തിൽ നീ താലി ചാർത്തിയ നിമിഷം പ്രകൃതിയെ നിയന്ത്രിക്കുന്ന ഓരോ ശക്തിയെയും ഞാൻ വെല്ലുവിളിക്കുകയായിരുന്നു. എന്നിട്ടും നീ ഇവിടെ കണ്ടപ്പോ എന്നെ മറന്നു. നെറികെട്ട നായ, എന്തിനാടാ നീ എന്നെ ചതിച്ചേ? മീനാക്ഷി, നീ എന്റെ ശരീരം മാത്രമേ കണ്ടിട്ടുള്ളൂ, മനസ്സ് കണ്ടില്ല. ആത്മാവിനെന്ത് മനസ്സല്ലേ? അതോ നിന്റെ മീനാക്ഷിക്ക് ഉള്ളത്? എന്നാ ഞാൻ ഇവിടെ കൊന്നുകളയട്ടെ. വൃത്തികെട്ട നരാധമ ജന്മമേ, നിന്നെയാണോടാ ഞാൻ സ്നേഹിച്ചത്? നിന്റെ ഈ നെഞ്ചിലാണോ ഞാൻ ആശ്രയം കണ്ടെത്തിയിരുന്നത്? ഈ ഭൂമിയിൽ ആയുസോടെ ഇരിക്കാൻ നീ യോഗ്യനല്ല. പോ, പോ.
Ah!